ഇതെന്നെ കടിച്ചിട്ടുള്ളതാ. ഇതെന്റെ മുട്ട്. ഡ്രിങ്ക്സ് യൂസ് ആക്കും. ഇടയ്ക്ക് സ്മെല്ല് ഉണ്ടാവും, അത് എനിക്കറിയുള്ളൂ. ഇപ്പൊ ഈ ഫോട്ടോ എന്റെ കിട്ടാനുള്ള കാരണം എന്താന്ന് വെച്ചെങ്കിൽ, ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഉണ്ടായ ഇഷ്യൂ. ഉറങ്ങുന്നു, ഫ്രണ്ട് വിളിച്ച് ഫോണിൽ, ഞാൻ ഫോൺ കൊടുത്തു. ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഫോൺ കൊടുത്തതിന് തന്നെ തല്ലി. ഗർഭിണിയായപ്പം. റിഫ മരിച്ചതിന് പിന്നിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? ഒരിക്കലും ഇല്ല. റിഫ മരിക്കുന്ന സമയം ഞാൻ TV-യിലെ വീഡിയോ കാണും, ന്യൂസ് കാണുമ്പോൾ ഞാൻ ഒരാളുടെ ഭാര്യയാണ്. ആ സമയത്ത് എൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡിന്റെ ഭാര്യയാണ്. ആ സമയത്താണ് ഞാൻ ഈ ന്യൂസ് കാണുന്നത്. ആ സമയത്താണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. അതിനുശേഷം മരിച്ചൊരു 1 ഇയർ ആഫ്റ്റർ ആണ് ഞാൻ മാനുവിനെ ആലുവ വെച്ച് പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞൊരു 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മാരേജും കഴിയുന്നത്. ഒരിക്കലും ഞാൻ റിഫ ഇരിക്കുമ്പോൾ ഞാൻ മാനുവായിട്ട് ഒരു ബന്ധത്തിൽ ഞാൻ ഉണ്ടായിട്ടില്ല. ഇന്ന് ഭാര്യ മരിച്ച് ഒരാൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ ഒരു വ്യൂവിന് വേണ്ടിയിട്ട്, ഒരു ഫേമസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള് മാത്രമായിരുന്നു. അതന്നെയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ ഇപ്പോ ഞാൻ ഒളിച്ചോടി എന്ന് പറയുന്നതും ഫസ്മിനാക്ക് വീഡിയോ കിട്ടുന്നതൊക്കെ ഓരോ കോണ്ടന്റ് ആണ്. ഞാൻ ഇതുവരെ ഞാൻ വീഡിയോസ് ചെയ്താലും ഞാൻ ഒരാളെ നെഗറ്റീവ് പറഞ്ഞു, ഞാൻ ഒരാളുടെ മാംസം തിന്നുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വന്നിട്ടില്ല. ഇപ്പൊ ഈ ഫസ്മീന എന്നെ അത്രക്കും വീഡിയോ ചെയ്യണോണ്ട് മാത്രമാണ് ഞാൻ ഫസ്മീനെ പറ്റിയും വീഡിയോ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും അബദ്ധം പറ്റാം, 2 വട്ടം പറ്റാം, പക്ഷെ പറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അബദ്ധമല്ല സഫ. ഞാൻ സെലക്ട് ചെയ്ത് തെറ്റിപ്പോയോ, മീൻസ് വീട്ടുകാരെ ധിക്കരിച്ചത് അവരുടെ കണ്ണീരിനുള്ളതാണോ ഞാൻ അനുഭവിക്കുന്നതിനുള്ള ചിന്ത വരാൻ തുടങ്ങി. ഗർഭിണിയായിട്ടും എനിക്ക് ഉപദ്രവം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കുട്ടിയായിട്ട് വരെ അവസാനം ഉണ്ടായപ്പോഴാണ് എനിക്ക് വേണ്ടാന്നുള്ള മീൻസ് അത്ര ആയിട്ടുള്ളൂ, 2 വർഷം ആവുന്നുള്ളൂ. പിന്നെ കുട്ടിക്ക് വാപ്പയില്ലെങ്കിൽ അത്രേ ഉള്ളൂ. അല്ലാതെ എൻ്റെ മോനിക്ക് ആ ട്രോമ വന്നേ കൊണ്ടുള്ള ലൈഫ് മുന്നോട്ട് വേണമെന്നില്ല. വാപ്പയില്ലെങ്കിൽ അതവിടെ കഴിഞ്ഞു. ഞാൻ എൻ്റെ കൊച്ചിനെ പിടിച്ച് ഒക്കെ തിരുത്തിയിട്ടും എന്നെ ഈ ഒരു ഭാഗത്തിട്ട് ഫുള്ള് ഇടിച്ച്. എൻ്റെ ഈ കണ്ണിന്റെ സൈഡിൽ കരിവാളിപ്പുണ്ടായിരുന്നു തല്ലിയൻ്റെ. അതുപോലെ എൻ്റെ വീട്ടിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് കട്ടിന്റെ സൈഡിൽ ഇടിച്ചതെന്നാ. അത്രക്കും ഞാൻ ഇതാക്കിയിട്ട് ഫോണ് മാനു എറിഞ്ഞു പൊട്ടിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് ബസ്സിൽ നിന്ന് താഴെ പോയിന്നാ. ഈ ഗർഭിണിയായിരിക്കുമ്പം ഇത്രയും ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെ റിഫയെ ഉപദ്രവിച്ചിട്ടുണ്ടാവില്ലേ? ആ ഒരു സമയത്ത് എന്താ അവസ്ഥ നമുക്കറിയില്ല. അതെന്താ നടന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇപ്പൊ ഞാൻ മിനിയാന്ന് കണ്ണൂര് മേനാസിന്റെയും റിഫാന്റെയും കേസ് നടന്ന സമയത്ത് റിഫാന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. കാരണം എനിക്ക് ഈ അനുഭവം ഉണ്ടായിന്ന് അവരോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നേരിട്ട് പോയത്. എൻ്റെ കുട്ടിയായിട്ട് ഞാൻ രാത്രിയാണ് പോയത്. 2 മണിക്കാണ് ഞാൻ ട്രെയിൻ കയറി പോയത്. രാവിലെ അവിടെ ഒരു 10 മണിയാകുമ്പോഴേക്ക് എത്തണം. ഞാൻ റിഫാന്റെ ഉമ്മയുടെ വാപ്പയുടെ കൂടെ ഞാൻ അവിടെ പോയി. ഞാൻ വിചാരിച്ചിട്ടുണ്ട് റിഫ എന്നെ പോലെ ബോൾഡ് ആയിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും ഉണ്ടായേനെ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിന്നേക്കണേ. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടായിട്ടും ഞാൻ നിർത്തും എന്ന് പറഞ്ഞിട്ട് പോലും പിന്നെ യൂസ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ മാനുവിനെ ഇട്ടിട്ട് പോകുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയി. കുട്ടിയുടെ ഒരു ഭാവി ചിന്തിക്കാറുണ്ടോ? എന്തായിരിക്കും കുട്ടീന്റെ ഭാവി ഞാൻ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരാള് വ്യക്തി ലൈഫിൽ വേണ്ടാന്ന് വെച്ചത്. കാരണം വാപ്പ ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ. അല്ലാതെ ട്രോമ വന്നുകൊണ്ടുള്ള കുട്ടിക്കുള്ള ലൈഫ് അതിനും ഭേദമാണ് വാപ്പ ഇല്ലാത്തത്. വീട്ടുകാരിപ്പോ പറഞ്ഞത് മേനാസിന് കൊടുത്ത പരാതി അതൊരിക്കലും പിൻവലിക്കരുതെന്നാ പറഞ്ഞത്. കാരണം അവൻ ചിലപ്പോൾ കരഞ്ഞ് നാടകം കളിച്ചു വരും, അപ്പോഴും നീ വീഴരുത്. ഞാൻ എപ്പോഴും അങ്ങനെ എന്ത് തല്ലെടുത്തോണ്ടെങ്കിലും ഇപ്പൊ എന്നെ അത്ര തല്ലി കൂട്ടി കൊല്ലാനിട്ടെങ്കിൽ പോലും കരഞ്ഞു വന്ന് എൻ്റെ അടുത്ത് ഇരിക്കാറുണ്ട്. സഫു എനിക്ക് ദേഷ്യം വന്നുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ അപ്പൊ തന്നെ സ്പോട്ടിൽ കരയും പുള്ളി. മെഹനാസ് സഫയുടെ അവിഹിതം കയ്യോടെ പൊക്കി, അതുകൊണ്ടാണ് സഫ ഒളിച്ചോടി പോയത്. ഞാൻ ഒരു കാര്യം പറയാം. 13-ാം തീയതി നമ്മുടെ ഫ്ലാറ്റ് കുത്തിപ്പൊട്ടിച്ചിട്ടാണ് 2 ബാഗ് കിട്ടുന്നത്. രാജീന്റെ ബാഗിലെ സാധനങ്ങളും ലല്ലുവിന്റെ കുറച്ച് സാധനങ്ങളുമാണ് കിട്ടുന്നത്. മെഹനാസിന് 2ഉം കിട്ടിയിട്ടുണ്ട്. അന്ന് ഈ സോഷ്യൽ മീഡിയക്ക് ഇട്ടുകൊടുത്തൂടെ? സഫ അതാ ഇവിടെ ഇല്ല, ഫ്ലാറ്റിലില്ല, ലൈവ് ഇട്ടൂടെ? ഒളിച്ചോടി കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായതെന്നാണ് പറയുന്നത്. എല്ലാം ഒരിക്കലും ഇല്ല. ഇന്നലെ ഇപ്പൊ ഞാൻ ലൈവ് ഇട്ട സമയത്ത് എല്ലാരും പറഞ്ഞതാണ് ലല്ലു അടുത്തുണ്ട്, ലല്ലു റൂമിലുണ്ട്. ലല്ലു എന്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ലൈവ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. ലല്ലു അടുത്തില്ല, അങ്ങനെയാണെങ്കിൽ ലൈവ് ഇട്ടോണ്ടിരിക്കുമ്പോ ചിലപ്പോ അവന്റെ ഒരു ചുമ മതി, അവന്റെ ഒരു മുളക്കം മതി അറിയാൻ വേണ്ടി. ഈ സഫയും ലല്ലു നല്ല ജോഡിയാണെന്ന് ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ട്? അത് ചിലപ്പോ ഒന്നെങ്കിൽ ഇങ്ങനെ മീൻസ് ഇപ്പൊ എന്റെ അവിഹിതത്തിലാണല്ലോ ഉള്ളത്. ഇപ്പൊ അവനിക്കും അവിഹിതം ഉണ്ടെന്നാണ്. അപ്പൊ അവിഹിതം യൂണിവേഴ്സ് ആണല്ലോ അല്ലെ? അതെ, അവിഹിത യൂണിവേഴ്സ് ആണല്ലോ ഇപ്പൊ. അതെ.
സ്ഥലത്ത് ഞാൻ പറയട്ടെ, ഞാൻ ചിന്തിക്കുകയാണ്, ഒരു സ്ഥലത്ത് ആറാട്ടെണ്ണനും പേരുടെ കൂടെ ഒരു യൂണിവേഴ്സിറ്റി സെറ്റ് ചെയ്തോണ്ടിരിക്കുക, ഒരു സ്ഥലത്ത് ലല്ലു, സഫ, മെഹനാസ്, ഫസ്മിന ഒരു യൂണിവേഴ്സിറ്റി സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ആൾക്കാർക്ക് ഗോസിപ്പും നെഗറ്റീവ്സ് അങ്ങോട്ടും കൂടെ തല്ലെടുത്തും തർക്കവും കേൾക്കുന്നതല്ല എല്ലാവർക്കും ഇഷ്ടം. ഫസ്മിന ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു, അതിനെപ്പറ്റി എന്താ സഫ പറയാനുള്ളത്? ഫസ്മിന പിന്നെ ഞാൻ പറയുന്നില്ല, നമുക്കെല്ലാം ഒന്നും അങ്ങനെ സോഷ്യൽ മീഡിയക്ക് ഒരാളെ നെഗറ്റീവായിട്ട് ഓൾറെഡി ഓള് നെഗറ്റീവ്സിൽ ഉള്ളതാണ്. അപ്പൊ അതിൽ കൂടെ നമുക്ക് ഒരാളെ നെഗറ്റീവ് ആക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ലിമിറ്റ് ഇട്ടിരിക്കുന്ന ഒരാളാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മെഹനാസ് സഫയുടെ അവിഹിതം കയ്യോടെ പൊക്കി, അതുകൊണ്ടാണ് സഫ ഒളിച്ചോടി പോയത് എന്ന്. ഇത് ഞാനല്ല, സോഷ്യൽ മീഡിയയിൽ ചർച്ച ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം പറയാം. 13-ാം തീയതി നമ്മുടെ ഫ്ലാറ്റ് കുത്തിപ്പൊട്ടിച്ചിട്ടാണ് 2 ബാഗ് കിട്ടുന്നത്. നാജിന്റെ ബാഗിലെ സാധനങ്ങളും ലല്ലുവിന്റെ കുറച്ച് സാധനങ്ങളും കിട്ടുന്നത് മെഹനാസിന്. രണ്ടും കിട്ടിയിട്ടുണ്ട്. അന്ന് ഈ സോഷ്യൽ മീഡിയക്ക് ഇട്ടുകൊടുത്തൂടെ, സഫദാ ഇവിടെ ഇല്ല, ഫ്ലാറ്റിലില്ല, ലൈവ് ഇട്ടൂടെ? ഒരു ഭാര്യ മരിച്ചിട്ട് ഒരാൾ ലൈവ് ഇട്ടതാണെങ്കിൽ വൈഫിനെ ഇവിടെ കാണുന്നില്ല, അവളുടെ ബാഗ് മാത്രമുണ്ട്, അവൾ ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞ് ലൈവ് ഇടാം. ആ സമയത്ത് ലല്ലുവിന്റെ ലൈസൻസിന്റെ പ്രൂഫും കാര്യങ്ങളും പുള്ളിക്ക് കിട്ടി, അതും കാണിച്ചിടാം. എന്തുകൊണ്ട് 14-ാം തീയതി തന്നെ അത് അവിടെ എങ്ങനെ എത്തി? ഏത്? അതാണ് ഞാൻ പറഞ്ഞത്, നാജീന്റെ ഫ്രണ്ടാണില്ലല്ലോ. ഞാൻ ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞു, നാജീന്റെ ഫ്രണ്ടാണില്ലല്ലോ. അവര് തമ്മിൽ ഒരുമിച്ചാ താമസിക്കുന്നത്. അപ്പൊ ഇവൻ നാട്ടിലേക്ക് പോണ സമയത്ത് ഇവന്റെ കുറച്ച് സാധനങ്ങൾ എന്തോ കൊടുത്തു, ഇവന്റെ കയ്യിൽ വെക്കാൻ കൊടുത്തു. അപ്പൊ എന്റെ വണ്ടി കൊടുക്കുന്ന സമയത്ത് അവന്റെ ഒരു ബാഗ് എന്റെ ഇവിടെ വെച്ചു. മീൻസ് CNG വണ്ടിയാണ്, ഡിക്കി സ്പേസ് ഒന്നുമില്ല. അപ്പോൾ കസ്റ്റമർ വരുമ്പോൾ ബാഗും കാര്യങ്ങളൊന്നും ഇരിക്കുന്നത് അവർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവൻ എൻ്റെ അടുത്തോട് ബാഗ് ഇവിടെ വെച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്ലാറ്റിൽ വെച്ചതാണ് ബാഗ്. അതിനുശേഷം 13-ാം തീയതി എനിക്ക് മലപ്പുറം ഷൂട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, ബ്രൈഡൽ മേക്ക് ഓവർ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് നടന്നുമില്ല. 14-ാം തീയതി രാവിലെ തൊട്ട് ഞാൻ നോക്കുമ്പോൾ ഫോണിൽ മെസ്സേജുകൾ, ഫസ്മിന നീ എവിടെ പോയി, നീ അവൻ്റെ കൂടെ, നീ എന്ത് മറ്റത് മറത്ത് കിടന്ന് അങ്ങനെ 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 ഒരുപാട് മെസ്സേജ്. അന്ന് ഈ മെഹനാസിനെ എൻ്റെ അടുത്ത് ചോദിച്ചുകൂടെ ഇതെങ്ങനെ ഈ ബാഗ് ഇവിടെ എത്തി, എന്തുകൊണ്ട് ചോദിച്ചില്ല? 14-ാം തീയതി രാവിലെ തൊട്ടിട്ട് മെഹനാസ് എന്നെ തിരൂരിലേക്ക് വിളിക്കുന്നുണ്ട്, സ്റ്റേഷനിലേക്ക് വാവാന്നും പറഞ്ഞിട്ട്, കാണണം. ഞാൻ വരാണ്ടായപ്പോൾ ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിപ്പിച്ചു, കുട്ടീനെ വൈഫിനെ കാണലാന്ന് പറഞ്ഞിട്ട്. അതുവരെ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ആളാ. എന്നിട്ട് കുട്ടീനെ വൈഫിനെ കാണലാന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ട് സ്റ്റേഷനിൽ നമ്മളവിടെ കൊണ്ടുപോയി. തിരൂർ സ്റ്റേഷനിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പോണ വഴിക്കാൻ ഞാൻ കാണുന്നത് എൻ്റെ വൈഫ് എനിക്ക് സമ്മാനം തന്നിട്ട് പോയി, വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് തന്നിട്ട് പോയി. എന്നാൽ 13-ാം തീയതി ഇടുന്ന ആള് എന്തുകൊണ്ട് ഈ 14-ാം തീയതി വൈകുന്നേരം വരെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു? അതിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നില്ലേ? പക്ഷെ ഈ ഉപദ്രവിച്ചു ആക്കി എന്നൊക്കെ പറയുന്ന തെളിവെത്തുള്ളത് വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തു വെച്ചു. എന്റെ ഞാനൊരു ഫോൺ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ ഫോണിൽ ഡാറ്റ കളയാണ്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫോണിലാണ് ഈ അടുത്ത് തല്ലിയ ഫോട്ടോസ് മൊത്തം. അല്ലാത്ത പഴയ തല്ലിയതൊക്കെ എൻ്റെ ഉണ്ട്. അല്ലാതെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇപ്പൊ ഈ ഫോട്ടോ എൻ്റെ കിട്ടാനുള്ള കാരണം എന്താന്ന് വെച്ചെങ്കിൽ, ഞങ്ങളന്ന് സെപ്പറേറ്റഡ് ആന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നൊരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മേനു എന്നെ ഡോർ അടച്ച് വാതിലടച്ച് ഉള്ളിലേക്ക് കയറ്റാൻ നേരത്തിന് ആ മേനോട് പുറത്ത് കടിക്കുന്നുണ്ട്, എനിക്ക് ഇറങ്ങിപ്പോവാൻ. ആ കടിക്കുന്ന പാട് ഫോട്ടോ എടുത്ത് മേനുവിന്റെ ഉമ്മ എന്റെ ഉമ്മച്ചിടയിലേക്ക് ഇട്ട് തന്നിട്ട് നിങ്ങളുടെ മോള് ചെയ്തതാന്ന് പറഞ്ഞ അയച്ചു തന്നു. ആ സമയത്ത് എന്റെ അനിയത്തി പറഞ്ഞടി നിന്റെ മേല് കാണിക്കും, നിന്റെ ചെയ്തതൊക്കെ എന്താണോ അതും നമുക്ക് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് എന്റെ അനിയത്തിമാരെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തത്. അനിയത്തി തന്നെയാണ് എനിക്ക് ഈ ഫോട്ടോസ് അയച്ചു തന്നത്. ഇതെന്ത് ചെയ്താണ്? ഇതെന്നെ കടിച്ചിട്ടുള്ളതാ. എന്തിനാന്നൊന്നും പറയുന്നത്, തല്ലുന്ന സമയത്ത് എന്തോ ആവാലോ. ഇതെന്റെ മുട്ടില്. അതെന്ത് ചെയ്താണ് എനിക്ക് ഓർമ്മയില്ല. ഇത് എന്തിന്റെ പേരിലാണ് ഇതുപോലെ? ഈ ഡ്രിങ്ക്സോ MDMA അതുപോലെ എന്തെങ്കിലും ഡ്രിങ്ക്സ് യൂസ് ആക്കലുണ്ട്. ഡ്രിങ്ക്സ് യൂസ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ശാരീരികമായിട്ട്? എനിക്കറിയത്തില്ല, ഇടയ്ക്ക് സ്മെല്ല് ഉണ്ടാവും, അത് എനിക്കറിയുള്ളൂ. ഇതിപ്പോ ഡ്രിങ്ക്സ് യൂസ് ചെയ്തിട്ടാണ് അല്ല, എന്തിന്റെയും ഒരു റീസൺ വേണമല്ലോ, ഒരാളെ വെറുതെ പോയി. ഈ അടുത്ത് ബാംഗ്ലൂർ ഉണ്ടായ ഇഷ്യൂ എന്താന്ന് വെച്ചെങ്കിൽ, ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഉണ്ടായ ഇഷ്യൂ, ഉറങ്ങുന്നു, ഫ്രണ്ട് വിളിച്ചു ഫോണിൽ, ഞാൻ ഫോൺ കൊടുത്തു, ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഫോൺ കൊടുത്തതിന് തന്നെ തല്ലി, ഗർഭിണിയായപ്പം. ഈ അടുത്ത് കുട്ടി ഉണ്ടായിട്ടുണ്ടായിച്ചു, കുട്ടീനെ മുന്നിൽ വെച്ച് തെറി പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ കൊച്ചിന്റെ മുന്നിൽ നിന്ന് തെറി പറഞ്ഞ മീൻസ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് തെറി പറഞ്ഞോണ്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ കുട്ടിയുടെ മുന്നിൽ നിന്ന് തെറി പറയല്ലേ എന്ന് പറഞ്ഞപ്പോൾ, നീ എന്തിനാ എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ ഇതാക്കിയിട്ട് എന്നെ ചെറിയൊരു എന്തോ ഒരു വാക്ക് വിളിച്ചിട്ട് ഇതാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കേണ്ട, ഉമ്മാനെ പോയി വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് വാക്ക് തർക്കം, അതിന്റെ പേരിലാണ് എന്നെ തല്ലിയത്. ഞാൻ എന്നെ കൊച്ചിനെ പിടിച്ച് ഒക്കെ തിരുത്തിയിട്ടും എന്നെ ഈ ഒരു ഭാഗത്തിട്ട് ഫുള്ള് ഇടിച്ച്, അതിന്റെ പാടുകളുള്ള ഫോണ് വേറെ, അത് വേറെ, ഡാറ്റ വേറെ ഫോണിലാണ്.
ഈ ഗർഭിണിയായിരിക്കുമ്പം ഇത്രയും ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെ റിഫയെ ഉപദ്രവിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെ ഇങ്ങനെ ശാരീരിക ഉപദ്രവത്തിന്റെ പേരിലാണെങ്കിലോ റിഫ ആത്മഹത്യ ചെയ്തത്? അതുപോലെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് അനുഭവം വന്നതിന് ശേഷം ഞാൻ ചിന്തിക്കുന്ന ആ ഒരു സമയത്ത് എന്താ അവസ്ഥ നമുക്കറിയില്ല. അതെന്താ നടന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതെ, ഇപ്പൊ റിഫയുടെ കേസ് റീഓപ്പൺ ചെയ്തു, ഒരു തെളിവ് അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ തീർച്ചയായും പറയില്ലേ? തീർച്ചയായും. കാരണം ഇപ്പൊ ഞാൻ മിനിയാന്ന് കണ്ണൂര് മേനാസിന്റെയും റിഫാന്റെയും കേസ് നടന്ന സമയത്ത് റിഫാന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. കാരണം എനിക്ക് ഈ അനുഭവം ഉണ്ടായിന്ന് അവരോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നേരിട്ട് പോയത്. എന്റെ കുട്ടിയായിട്ട് ഞാൻ രാത്രിയാണ് പോയത്. 2 മണിക്കാണ് ഞാൻ ട്രെയിൻ കയറി പോയത്. രാവിലെ അവിടെ ഒരു 10 മണിയാകുമ്പോഴേക്ക് എത്തണം. ഞാൻ റിഫാന്റെ ഉമ്മയുടെ വാപ്പയുടെ കൂടെ ഞാൻ അവിടെ പോയത്. ഞാൻ പറയുന്നത് ഇതൊരു കോണ്ടന്റ് മാത്രമല്ല, ഇതുപോലെ നാളെ ഒരു പുതിയൊരു ആളെ കല്യാണം കഴിച്ച് വിവാഹം ചെയ്ത് ആ കുട്ടിക്ക് ഒരു ദുരനുഭവം വരരുത്, ഒരു ആത്മഹത്യയിലോട്ട് നീങ്ങരുത്. ഒരുപാട് ആത്മഹത്യ ഇവിടെ നടക്കുന്നത് ഇതുപോലെ ഒരുപാട് മെഹനാസ് അങ്ങനെയാണോ സഫ പറയുന്നതാണ്. പക്ഷെ എങ്കിൽ കൂടെ ഇതുപോലെ ശാരീരികമായി ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഫൈനലി അവരെന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യും. പിന്നീട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസം ചർച്ചയായിട്ട് നടക്കും. പെൺകുട്ടികൾ ഇതുപോലുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റണം. ഇപ്പൊ സഫ ഞാൻ വിചാരിച്ചിട്ടുണ്ട് റിഫ എന്നെ പോലെ ബോൾഡ് മീൻസ് അവൾ എന്താ ചെയ്ത എന്താ നമുക്ക് അവസ്ഥ അറിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബോൾഡ് ആയിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും ഉണ്ടായേനെ എന്നാണ് ഞാൻ പറയുള്ളൂ. എല്ലാവർക്കും ബോൾഡ് ആവാൻ പറ്റില്ല. എല്ലാവരും ഒരു വിവാഹ ജീവിതത്തിലൂടെ ഒരുപാട് പ്രതീക്ഷയോടെ വരുന്നത്. എല്ലാവരും കോണ്ടന്റിന് വേണ്ടിയോ ഒന്നിനും അല്ല വരുന്നത്. അവർ പ്രതീക്ഷയോടെ ഒരു വിവാഹ ജീവിതത്തിലോട്ട് കടക്കുകയാണ് അല്ലേ? ആരും ഇന്ന് കല്യാണം കഴിച്ച് നാളെ വിട്ടുപോകണം എന്നല്ല, ത്രൂ ഔട്ട് അവർക്ക് ലൈഫ് വേണമെന്നാണ് എല്ലാ സ്ത്രീകളും ഒരു പരിധിവരെ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത്. ഞാൻ ഇത്ര ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിന്നേക്കണേ. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടായിട്ടും ഞാൻ നിർത്തും എന്ന് പറഞ്ഞിട്ട് പോലും പിന്നെ യൂസ് ആക്കിയിട്ടുണ്ട്. ഈ അടുത്ത് നമ്മൾ തല്ലുപിടിച്ചിട്ട് പോലും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇനി ഞാൻ യൂസ് ചെയ്യൂല, ഞാൻ നന്നായിക്കോളാന്ന് വന്ന് പറഞ്ഞ ആളാ. ഞാൻ ഒരിക്കലും എന്റെ ലൈഫിൽ നിന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ മാനുവിനെ ഇട്ടിട്ട് പോകുന്നു. ഞാൻ ഒരിക്കലും എന്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ സാഹചര്യം കൊണ്ട് അങ്ങനെ നമ്മള് ഒരു പ്രണയം, വിവാഹം, ഇതിനൊക്കെ ഒരു യുക്തി, ഒരു പവിത്രത അതൊക്കെ ഇല്ലേ? ഇതൊക്കെ വെറും കുട്ടിക്കളിയാണോ? അല്ല അല്ലേ? ഒരു പെൺകുട്ടിയല്ലേ ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ട് ആ വിവാഹം കഴിച്ചത് വേറെ പിരിയുമ്പോ എനിക്ക് തോന്നുന്നു വലിയ സങ്കടമുള്ള ഒരു കാര്യമാണല്ലേ? അതൊരു തമാശയുള്ള ഒരു കാര്യമല്ല. പക്ഷെ അതിന്ന് റിക്കവർ ചെയ്യാൻ തന്നെ ആൾക്കാർ ഒരു ചെറിയ സമയമെങ്കിലും എടുക്കും. ഒരു 1 year 2 year. അതെ. സഫയുടെ കേസ് പറയുകയാണെങ്കിൽ മെഹനാസിന്റെ ഇഷ്യൂ വരെ റിഫ എന്നൊരു കുട്ടിയുടെ മരണം, അതിനുശേഷം 2 വർഷത്തിനുള്ളിലാണ് നിങ്ങൾ റിലേഷനിലാവുന്നത്. ആദ്യം മെഹനാസിനെ പറ്റിയിട്ടുള്ള ഒരു വ്യൂ നമുക്കറിയാലോ. ഒരാളെ സ്വീകരിക്കുന്നതിന് മുന്നേ ഓൾറെഡി ആളുടെ ഭാര്യ മരണപ്പെട്ട ഭാര്യ ഇരിക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ എന്താ ചെയ്യുക? സങ്കടപ്പെട്ടിരിക്കും. ആ സമയത്ത് ലൈവ് വരിക എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് അയാളെ വിലയിരുത്താം. അത് മെഹനു പറയുന്നത് ലൈവ് അല്ല ഇട്ടത്, ഞാനൊരു സ്റ്റോറിയാണ് ഇട്ടെന്നാണ് പറയുന്നത്. എന്ത് സ്റ്റോറി ആണെങ്കിലും ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ ഇടാൻ പറ്റുമോ? അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? ചിലപ്പോ ആ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളെ കണക്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു മീഡിയ. സഫയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയിട്ട് ഒരു വീഡിയോ എടുക്കാനാണ് തോന്നുന്നത്. എനിക്ക് പറ്റത്തില്ല. ഞാൻ സാധാരണ മനുഷ്യന്മാർക്ക് ആർക്കും പറ്റില്ല. പക്ഷെ ഓരോരുത്തരുടെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ. അതെ, അപ്പൊ ആ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഭാര്യ മരിച്ച് ഒരാൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ ആൾക്കതൊരു ഒരു വ്യൂവിന് വേണ്ടിയിട്ട്, ഒരു ഫേമസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള് മാത്രമായിരുന്നു. അതന്നെയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ ഇപ്പോ ഞാൻ ഒളിച്ചോടി എന്ന് പറയുന്നതും ഫസ്മിനാക്ക് വീഡിയോ കിട്ടുന്നതൊക്കെ ഓരോ കോണ്ടന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോണ്ടന്റ് ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പെൺകുട്ടി ഒരാളെ തെരഞ്ഞെടുക്കുമ്പോ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം അല്ലെ? ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് ഒരാൾക്ക് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഫസ്മിനി ആണെങ്കിലും സഫ ആണെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ കാണുന്നതാണ്. പക്ഷെ ഞാൻ ഇതുവരെ വീഡിയോസ് ചെയ്താലും ഞാൻ ഒരാളെ നെഗറ്റീവ് പറഞ്ഞു, ഞാൻ ഒരാളുടെ മാംസം തിന്നുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വന്നിട്ടില്ല. ഇപ്പൊ ഈ ഫസ്മീന എന്നെ അത്രക്കും വീഡിയോ ചെയ്യണോണ്ട് മാത്രമാണ് ഞാൻ ഫസ്മീനെ പറ്റി വീഡിയോ ചെയ്യുന്നുള്ളൂ. അത്ര നെഗറ്റീവായിട്ടൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല. അല്ല, അത് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്യണ്ട. പക്ഷെ നമ്മൾ ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും അബദ്ധം പറ്റാം, 2 വട്ടം പറ്റാം. പക്ഷെ പറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അബദ്ധമല്ല സഫ. നമ്മൾ പെൺകുട്ടികൾ എങ്ങനെയാ ഒരാളെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അവരുടെ ഒരു ഹിസ്റ്ററി ഏകദേശം കണ്ടാൽ മനസ്സിലാവും അല്ലേ? ഓൾറെഡി ഭാര്യ മരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇതിട്ടു. അതിനുശേഷം ഒരു 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇപ്പം ഒരുപാട് ദുരൂഹത വരുന്നുണ്ട്. ആ കേസ് റീഓപ്പൺ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ റിഫ മരിച്ചതിന് പിന്നിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഒരിക്കലും ഇല്ല. അത് ഞാൻ എങ്ങനെ തെളിയിക്കാൻ പറ്റും അതിനൊക്കെ ഞാൻ തെളിയിക്കാൻ റെഡിയാണ്. ഒരിക്കലും ഇല്ല. റിഫ മരിക്കുന്ന സമയം ഞാൻ TV-യിൽ വീഡിയോ ന്യൂസ് കാണുമ്പോൾ ഞാൻ ഒരാളുടെ ഭാര്യയാണ്. ആ സമയത്ത് എൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡിന്റെ ഭാര്യയാണ്. ആ സമയത്താണ് ഞാൻ ഈ ന്യൂസ് കാണുന്നത്.
ആ സമയത്താണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. അതിനുശേഷം മരിച്ച ഒരു 1 ഇയർ ആഫ്റ്റർ ആണ് ഞാൻ മേനുവിനെ ആലുവ വെച്ച് പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മാരേജും കഴിയുന്നത്. ഒരിക്കലും ഞാൻ റിഫി ഇരിക്കുമ്പോൾ ഞാൻ മേനുമായിട്ട് ഒരു ബന്ധത്തിൽ ഞാൻ ഉണ്ടായിട്ടില്ല. ഈ മെഹനു എങ്ങനെയാ റിഫയെ കുറിച്ച് നല്ലത് മാത്രമാണോ പറഞ്ഞിട്ടുള്ളത്? രണ്ടും പറയാറുണ്ട്, നല്ലതും പറയാറുണ്ട്, മോശം. അപ്പൊ ഇപ്പൊ റിഫയുടെ ഈ ഒരു മരണത്തില് സഫയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഇപ്പം ഈ ഒരു അനുഭവം കൂടെ വന്നപ്പം ഇതില് എന്തെങ്കിലും മെഹനാസിന് പങ്കുണ്ട് എന്ന് റിഫയ്ക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടോ? സഫക്ക് അല്ല, സഫയ്ക്ക് തോന്നിയിട്ടുണ്ടോ? സോറി, ഞാനിപ്പോ അതിനെ പറ്റി പറയുന്നില്ല. കാരണം ഇപ്പൊ കുറെ പേര് ഞാനിപ്പോ അതിനെ പറ്റി പറയുമ്പോ എല്ലാരും പറയുന്നതാണ് റിഫയുടെ പേരും പറഞ്ഞ് ഈ സഹതാപം വാങ്ങിക്കണ്ട, അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ എന്തുണ്ടെങ്കിലും ഞാനിപ്പോ റിഫാന്റെ പേര് എവിടെ എടുത്തിടാറില്ല. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ റിഫാന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഈ ആ പെണ്ണ് അനുഭവിച്ച വേദന എനിക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു നീ ഇനി അതും പറഞ്ഞ സഹതാപം വാങ്ങിച്ച് നമ്മളെ ഇതാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് പറയാൻ നിൽക്കാറില്ല. വളരെ ചെറിയ പ്രായമാണ് ശരിക്കും. 23 വയസ്സെന്ന് പറഞ്ഞ ഒരാൾ വിവാഹത്തിനെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങേണ്ട ഇല്ല, ഒരു 25 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഇപ്പൊ എല്ലാവരും വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റും, പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ അബദ്ധത്തിലോട്ട് ഇപ്പൊ തെരഞ്ഞെടുത്ത ബന്ധമാണെങ്കിലും ഞാനൊരു ഇന്റർവ്യൂവിൽ വെച്ച് പറയാണ്, നമ്മൾ വീണ്ടും അബദ്ധത്തിലോട്ടല്ല പോകേണ്ടത്. മനസ്സിലായില്ലേ? ആ കുട്ടിയെ നന്നായി നോക്കുക. വീട്ടുകാർ ഒരിക്കലും മോശം വിചാരിക്കില്ല. എന്താ ഇതൊക്കെ കേട്ടോ വീട്ടുകാരെന്താ പറയാറ് സഫയുടെ അടുത്ത്? വീട്ടുകാരിപ്പോ പറഞ്ഞത് മേനാസിന് കൊടുത്ത ഇതുണ്ടല്ലോ പരാതി, അതൊരിക്കലും പിൻവലിക്കരുതെന്നാ പറഞ്ഞത്. കാരണം അവൻ ചിലപ്പോ കരഞ്ഞ് നാടകം കളിച്ചു വരും, അപ്പോഴും നീ വീഴരുത്. ഞാൻ എപ്പോഴും അങ്ങനെ എന്ത് തല്ലെടുത്തോണ്ടെങ്കിലും ഇപ്പൊ എന്നെ അത്ര തല്ലി കൂട്ടി കൊല്ലാനിട്ടെങ്കിൽ പോലും കരഞ്ഞു വന്ന് എന്റെ അടുത്ത് ഇരിക്കാറുണ്ട്. സഫു എനിക്ക് ദേഷ്യം വന്നോണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ അപ്പൊ തന്നെ സ്പോട്ടിൽ കരയും പുള്ളി. അപ്പൊ എന്നെ തല്ലി ആ ദേഷ്യത്തിൽ കരച്ചിൽ തന്നെ ഒരു അടവല്ലേ? ആയിരിക്കാം. ആൺപിള്ളേർ കരയില്ല എന്ന് പറയും, പക്ഷെ കരച്ചിൽ വരും. നല്ല വിഷമം വന്ന ഇങ്ങനെ ഈ ഒരു കാര്യത്തിനൊക്കെ വേണ്ടി കരഞ്ഞു പുറകെ വരിക. എന്താ പറയാ, നമ്മൾ നാർസിസിസ്റ്റ് ക്യാരക്ടർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ തിരിച്ചറിയാനുള്ള പ്രായമൊക്കെ ആയി. പെൺകുട്ടികൾക്ക് വളരെ നേരത്തെ പക്വത അല്ലെ, കുട്ടിയൊക്കെ ആകുമ്പോൾ പക്വത ഒക്കെ വരേണ്ടതാണ്. അപ്പൊ വീണ്ടും ഇനി അടുത്തൊരാളെ ലല്ലുവിന്റെ കൂടെയൊക്കെ പോകുന്ന സമയത്ത് ഫ്രണ്ട്ഷിപ്പിലോട്ട് പോകുമ്പം വീട്ടുകാരെന്ത് പറയും? മോളെ ഇനി വേണ്ട, ഇത്ര അനുഭവം ഉണ്ടായിന്ന് പറയോ? ഇതുവരെ അങ്ങനത്തൊന്നും പറഞ്ഞില്ല. ഇപ്പത്തെ സംഭവം ആകെ മേനുവിന്റെ കേസാ പറഞ്ഞിട്ടുള്ളൂ. കേസായിട്ട് മുന്നോട്ട് പോവാ, അതന്നെ പറഞ്ഞിട്ടുള്ളൂ. ഈ മെഹനുവിനെ കല്യാണം കഴിച്ചത് വീട്ടുകാരുടെ സമ്മതത്തിലാണോ? അല്ല, ആദ്യത്തെ വിവാഹം കല്യാണം അറേഞ്ച്ഡ് ആയിരുന്നു. ശരിക്കും അതിലുണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു? അത് കുറച്ച് ഫാമിലി ഇഷ്യൂസ്. അത് എനിക്ക് പേഴ്സണലി പറയാൻ താല്പര്യമില്ല. അത് നമുക്ക് അങ്ങോട്ട് കൊണ്ടാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു വെച്ചേക്കുന്നത്, പുറത്തു പറയാൻ നമുക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പൊ അതിൽ നിന്നിട്ട് അടുത്ത ബന്ധത്തിലോട്ട് പോയി, അതിലിങ്ങനെയൊക്കെ ആയി. ഇനി ഇപ്പം വീണ്ടും ഒരടുത്ത അബദ്ധത്തിലോട്ട് പോകാതെ ഇരിക്കട്ടെ. ഇപ്പൊ ഷൂട്ടിനൊക്കെ പോകുമ്പോ പാരന്റ്സ് ആയിരിക്കില്ലേ അല്ലെ കുട്ടികളെ നോക്കാരാ? വീട്ടുകാർ തന്നെയാണോ? ആരാ? അനിയത്തിമാര്. വീട്ടിലാണോ? ഇപ്പൊ എവിടെ താമസിക്കുന്നത്? അവിടെ ആരാ ഉള്ളത്? ആരുമില്ല, ഞാനും കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഷൂട്ട് പ്രൊമോഷൻ ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോ ഞാൻ വീട്ടിൽ കൊണ്ടാക്കും കുട്ടീനെ, എന്നിട്ട് തിരിച്ച് ഫ്ലാറ്റിൽ വന്ന് താമസിക്കും. എന്തുകൊണ്ടാ വീട്ടുകാരെ ഇത്രയും ഒരു ഡൗൺ സ്റ്റേജിൽ നിൽക്കുമ്പോ വീട്ടുകാരെ വിളിക്കാത്തത് കൂടെ താമസിക്കാൻ? വീട്ടുകാരെ വിളിച്ചായിരുന്നു തന്നെ. ഞാൻ പോയി നിന്ന് കുറച്ചു ദിവസം. അപ്പോഴേ ചിലപ്പോ ഈ ഒരു ടോക്ക് ഉണ്ടാവും. ഉമ്മച്ചാണെങ്കിലും ചിലപ്പോ സങ്കടം പറയുമ്പം നമുക്കത്, എനിക്ക് അങ്ങനെ കാണുമ്പോ എനിക്ക് ഭയങ്കര, ഞാൻ അപ്പോഴായിരിക്കും ചിലപ്പോ കൂടുതൽ വിഷമത്തിലേക്ക് പോവാ. ഒറ്റക്കാവുമ്പോ ഞാൻ അതിൽ എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷെ സഫ ഒറ്റയ്ക്കല്ല, ലല്ലുവിന്റെ കൂടെയാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഞാൻ അറിയാം, ഇന്നലെ ഇപ്പൊ ഞാൻ ലൈവ് വിട്ട സമയത്ത് എല്ലാരും പറഞ്ഞതാണ് ലല്ലു അടുത്തുണ്ട്, ലല്ലു റൂമിലുണ്ട്. ലല്ലു എന്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ലൈവ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. ലല്ലു അടുത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടി ലൈവ് ഇടാലോ സഫ. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ലല്ലു അടുത്തില്ല, അങ്ങനെയാണെങ്കിൽ ലൈവ് ഇട്ടോണ്ടിരിക്കുമ്പോ ചിലപ്പോ അവന്റെ ഒരു ചുമ മതി, അവന്റെ ഒരു മുളക്കം മതി അറിയാൻ വേണ്ടി. നമുക്ക് ഇതൊരു ഫ്ലോർ ആണല്ലേ, അതുപോലെ ഒരു ഫ്ലാറ്റിൽ നമുക്ക് മാറി നിൽക്കാലോ. ഇല്ല, ഞാൻ ഹോളിൽ തന്നെ ഇരുന്നേ. ഹോളിൽ കുട്ടി പോകുമ്പോ കുട്ടിയുടെ പുറകെ ഞാൻ പോകുന്നു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ സഫയും ലല്ലു നല്ല ജോഡിയാണെന്ന് ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കമന്റ് ചെയ്തിട്ടെന്ന് തോന്നുന്നത്? അത് ചിലപ്പോ ഒന്നെങ്കിൽ ഇങ്ങനെ മീൻസ് ഇപ്പൊ എന്റെ അവിഹിതത്തിലാണോ ഉള്ളത്, ഇപ്പൊ അവനിക്കും അവിഹിതം ഉണ്ടെന്നാണ്. അപ്പൊ നിങ്ങളൊക്കെ ഒരു യൂണിവേഴ്സ് ആണല്ലോ അല്ലെ? അതെ, അവിഹിത യൂണിവേഴ്സ് ആണല്ലോ ഇപ്പൊ. അതെ. ഒരു സ്ഥലത്ത് ഞാൻ പറയട്ടെ, ഞാൻ ചിന്തിക്കുകയാണ്, ഒരു സ്ഥലത്ത് ആറാട്ടെണ്ണനും പേരൊക്കെ കൂടെ ഒരു യൂണിവേഴ്സ് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ഒരു സ്ഥലത്ത് ലല്ലു, സഫ, മെഹനാസ്, ഫസ്മിന ഒരു യൂണിവേഴ്സ് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇവിടെ സാധാരണ മനുഷ്യര് വേറെയുണ്ട്. പക്ഷെ ആൾക്കാര് കൂടുതൽ ഇപ്പൊ എന്നും കാണുന്നത് നിങ്ങളുടെ ആൾക്കാർക്ക് ഗോസിപ്പും നെഗറ്റീവ്സും അങ്ങോട്ടും കൂടെ തല്ലെടുത്തും തർക്കവും കേൾക്കുന്നതല്ല എല്ലാവർക്കും ഇഷ്ടം. ഇപ്പൊ എന്നൊക്കെ കൂടുതൽ ചിലപ്പോൾ ലൈവ് കാണും ഫസ്മിനെ. ഫസ്മിന പിന്നെ
ഞാൻ പറയുന്നില്ല. ഫസ്മിന് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്താ സഫ പറയാനല്ലേ? സഫയ്ക്ക് എന്താ അത് ഇപ്പൊ എന്റെ അടുത്ത് മെഹനാസും അങ്ങനെ തന്നെ പറഞ്ഞത്. ഫസ്മിനാൻ അറിയുന്ന ഒരാള് കോണ്ടാക്ട് ചെയ്തപ്പോഴൊക്കെ ഡ്രഗ് യൂസ് ചെയ്യാറെന്ന് പറഞ്ഞു. അവളെ അറിയുന്ന കുറെ ഫ്രണ്ട്സ് വരെ എനിക്ക് എന്നെ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. പക്ഷെ ഞാൻ ഇത് ഇടാത്തത് നമുക്ക് നമ്മുടേതായ കുറച്ച് മാനേഴ്സ് ഉണ്ട്. നമുക്ക് എല്ലാം ഒന്നും അങ്ങനെ സോഷ്യൽ മീഡിയക്ക് ഒരാളെ നെഗറ്റീവായിട്ട് ഓൾറെഡി ഓള് നെഗറ്റീവ്സിൽ ഉള്ളതാണ്. അപ്പൊ അതിൽ കൂടെ നമുക്ക് ഒരാളെ നെഗറ്റീവ് ആക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ലിമിറ്റ് ഇട്ടിരിക്കുന്ന ഒരാളാ. ഫസ്മിനി ആയിട്ട് റെഡി അല്ലാത്തത് കൊണ്ടാണ് വേറെ റിലേഷനിലോട്ട് പോയത് എന്ന് ലല്ലു ഒരു വീഡിയോയില് പറഞ്ഞിട്ടില്ലേ? ഒരാളായിട്ട് സെപ്പറേറ്റഡ് ആകുന്നതിന് മുന്നേ ഫീലിങ്സ് പോയി എന്ന് അവളോടും അവളുടെ വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നിക്കാഹ് കഴിഞ്ഞ ഒരാളുടെ ഫീലിങ്സും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു സെപ്പറേഷൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് വേറൊരാളുടെ അടുത്ത് പോകാൻ പറ്റും. ഞാൻ ആരുടെ അടുത്ത് അങ്ങോട്ടേക്ക് പോയിട്ടില്ല അല്ലേ? ഞാൻ ആരുടെയും അടുത്ത് അങ്ങോട്ടേക്ക് സെക്ഷലി സംസാരിക്കാൻ പോയിട്ടില്ല. അവരിങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ആണുങ്ങളുടെ അടുത്ത് അങ്ങോട്ടേക്ക് ആര് സെക്ഷലി സംസാരിച്ചാലും നിക്കാഹ് കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റുമെന്നാണ് അതിന്റെ ഒരു അല്ലേ ഉള്ളടക്കം. അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ലല്ലു പറഞ്ഞതിനെ പറ്റി എന്താ സഫയ്ക്ക് പറയാനുള്ളത്? അവൻ പറഞ്ഞത് അവനിക്കല്ല അറിയത്തുള്ളൂ. അല്ല, അതിനെപ്പറ്റി സഫയുടെ അഭിപ്രായം എന്താണോ? അതിലൊന്നും അഭിപ്രായം ഇല്ല. അല്ല, ഇപ്പൊ സഫ ഇരിക്കുക, സഫയും ലല്ലു നാളെ ഒന്നായി, നിങ്ങളൊരു റിലേഷൻഷിപ്പിലായി. ലല്ലുവിന്റെ അടുത്ത് അങ്ങോട്ടേക്ക് ഒരാള് ആ രീതിയിൽ സംസാരിച്ചു. സഫ ഇത് കൈയോടെ പൊക്കി. ലല്ലു പറയാണ്, ഞാൻ അങ്ങോട്ടേക്ക് പോയതല്ല മോളെ, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നാണ്, ഞാനൊരാണല്ലേ, ഞാൻ അങ്ങോട്ട് പോയതല്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ശരിയുണ്ടോ? അതില് ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനൊന്നും മിണ്ടിയില്ലാന്നാണോ പറയുന്നത്? മിണ്ടില്ല എന്നല്ല, എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ഞാൻ ഒരു ഘട്ടത്തിൽ സംസാരിച്ചു പോയത്, അല്ലാതെ ഞാൻ ആരുടെയും അങ്ങോട്ട് ചേസ് ചെയ്ത് പോയിട്ടില്ല. ആ രീതിയിലാണല്ലോ ഒരു ലൈവ് പറഞ്ഞത്. ഞാൻ കേട്ടില്ല. ഫസ്മിനായിട്ട് റിലേഷൻ ഫീലിങ്സ് പോയി എന്ന് പറഞ്ഞു. ഒരാളായിട്ട് ഫീലിങ്സ് പോയാൽ എന്താ മാന്യമായിട്ട് ചെയ്യേണ്ടത് അല്ലേ? നമ്മൾ പറഞ്ഞ ബന്ധം അവസാനിപ്പിക്കുക. അത് ഓൾറെഡി വാപ്പാടത്ത് തൊലാക്ക് ചെല്ലിയല്ലോ. അത് കഴിഞ്ഞ് എല്ലാം പബ്ലിക്കായിട്ട് പറയുന്ന ആൾക്കാരല്ലേ, പബ്ലിക്കായിട്ട് എല്ലാം പബ്ലിക്കായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് കഴിഞ്ഞു, ഞാൻ അടുത്ത റിലേഷൻഷിപ്പിലോട്ട് പോവുകയാണ് എന്ന് പബ്ലിക്കായിട്ട് നമുക്ക് പബ്ലിക് ആക്കാൻ പറ്റില്ല. ഇത്രയും പബ്ലിക് ആക്കുന്ന ആൾക്കാർക്ക് എന്റെ സഫ ഇതൊക്കെ പബ്ലിക്കാണ്. എന്താണിത് അല്ലേ? ഒരു സ്റ്റോറി പോലെ എപ്പിസോഡ് സീരിയല് കാണും ഇമാതിരി അല്ലേ? ഇപ്പൊ സീരിയലൊന്നും കാണണ്ട, നമ്മളെ കണ്ടാ മതി. ഇല്ലേ, വൈകിട്ട് വരും, ഞാൻ 5 മണിക്ക് ലൈവില് വരും, 5 മണിക്ക് ലൈവില് വരും. എനിക്കിപ്പോ ഞാൻ വളരെ ഹാപ്പിയാണ് മെഹനാസായിട്ട്. മെഹനാസിന്റെ ഒരുപാട് ഗുണങ്ങളൊക്കെ വർണ്ണിച്ചിട്ട് ഒരിക്കലും സഫ ഇട്ടില്ലേ? അതേ സഫ അടുത്ത് ഇതിലിടുകയാണ് മെഹനാസ് തന്നെ ഇങ്ങനെ ചെയ്യും. നമ്മളിപ്പോ നമ്മുടെ പാർട്ണറായിട്ട് പോകുമ്പോ നമ്മ ഒരിക്കലും, ഞാനിപ്പോ എത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും ഒരു വട്ടം എന്റെ വീട്ടില് ഇഷ്യൂസ് ആണ്ട് പിടിച്ചിട്ട് രണ്ടാമത് എന്റെ ഗർഭിണിയായിട്ടുള്ള എന്നെ തല്ലിട്ട് എന്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. എന്റെ ഈ കണ്ണിന്റെ സൈഡിൽ കരുവാളിപ്പ് ഉണ്ടായിരുന്നു തല്ലിയെന്റെ. അതുപോലെ എന്റെ വീട്ടിൽ കണ്ടപ്പോ ഞാൻ പറഞ്ഞത് കട്ടിന്റെ സൈഡിൽ ഇടിച്ചതെന്നാ. അത്രക്കും ഞാൻ ഇതാക്കിട്ടുണ്ട്. ഫോണ് മാനും എറിഞ്ഞു പൊട്ടിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞത് എന്റെ കയ്യിൽ നിന്ന് ബസ്സിൽ നിന്ന് താഴെ പോയിന്നാ. ഇപ്പൊ ചില ആൾക്കാരെ കലിപ്പന്റെ കാന്താരി എന്നൊക്കെ പറയുന്നവർ അടിക്കുന്നത് എന്റെ ടേട്ടായി സ്നേഹം കൊണ്ടല്ലേ എന്ന് പറയും. അല്ല, അങ്ങനെയൊന്നും അല്ല. തിരിച്ചടിച്ചാലും കുഴപ്പമില്ല. ഒരാളുടെ അടിയൊന്നും കൊണ്ട് നിൽക്കേണ്ട ആവശ്യം ഒരു പെൺപിള്ളേർക്കും ഇല്ല. ശാരീരിക ഉപദ്രവോ ടോക്സിസിറ്റി പ്രോത്സാഹിപ്പിച്ചിട്ട് ഒരു ബന്ധത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ മനസ്സിലാക്കേണ്ട പ്രായം സഫയ്ക്കായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ പബ്ലിക് ആയതുകൊണ്ടാണ് പിന്നെ എനിക്കൊരു ഇഷ്യൂ വന്നപ്പോ, എനിക്ക് കുട്ടി ഉണ്ടായതിനു ശേഷമാണ് എനിക്ക് ഇഷ്യൂ വന്നപ്പോ ഞാൻ വേണ്ടാന്ന് വെച്ചത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അതെ, ഇപ്പൊ സഫ ഇപ്പൊ പറയുന്നു ലല്ലുവായിട്ട് ഒളിച്ചോടിയിട്ടില്ല. അപ്പൊ സഫ ലല്ലുവായിട്ട് ഒളിച്ചോടാതെയാണ് ഈ ആളുടെ പേരെന്താണ്, ആരാ ഇപ്പം ഒളിച്ചോടി എന്ന് പറഞ്ഞ ഫസ്മിന. അപ്പം റിയലി എനിക്ക് ഒരുപാട് പേര് കേട്ടിട്ടാണ് കേട്ടോ, എന്തോരാണല്ലേ ഞാൻ പറയാം. അപ്പൊ ഒളിച്ചോടി എന്ന് അറിയാതെ അതിലൊരു ക്ലാരിറ്റി ഒന്നും ഇല്ലാതെയാണ് പറഞ്ഞേക്കണത് അല്ലേ ഒളിച്ചോടി. നിങ്ങൾ ഒരുമിച്ചാണ് എന്നുള്ളതാണല്ലോ പറയണത്. അല്ല, ഇപ്പൊ നമ്മൾ ഒളിച്ചോടിയെങ്കിൽ നമ്മളീ ഇവിടുന്ന് പോയില്ലേ, നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കേണ്ട കാര്യമില്ല. ഒളിച്ചോടി കണ്ടുപിടിച്ചു, അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇത്രയും പ്രശ്നമായതെന്നാണ് പറയുന്നത്. എല്ലാം ഒരിക്കലും ഇല്ല. ഇപ്പൊ സഫ ഒറ്റയ്ക്കാണ് ഫ്ലാറ്റിൽ നിൽക്കുന്നത്, അവിടെ ലല്ലു ഇല്ല. പിന്നെ സഫയുടെ ഫ്ലാറ്റിൽ നേരത്തെ പറഞ്ഞ ലല്ലുവിന്റെ ഡ്രസ്സ് കണ്ടത്, ഇതൊക്കെ ഒരു തെളിവാണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ട് അപ്പൊ നാജിന്റെ ബാഗിൽ ഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ട്. നാജിയായിരിക്കും നിങ്ങളുടെ ഹംസ എന്നാണ് പറയണത്, ആണോ? അറിയത്തില്ല. ഇപ്പൊ ഒരാളുടെ, ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് മറ്റൊരാളുടെ വസ്ത്രം നമ്മുടെ അറിവില്ലാതെ എത്തില്ല. ഏതൊരു ഭർത്താവും, ഞാൻ മെഹനാസിനെ സപ്പോർട്ട് ചെയ്യല്ല, സഫയെ കുറ്റപ്പെടുത്തല്ല. ഏതൊരു ഹസ്ബൻഡിനും സാഹചര്യ തെളിവുകളാണല്ലോ, കോടതിയിൽ പോലും സാഹചര്യ തെളിവ് മതി. എല്ലാം സഫയ്ക്ക് എതിരായിട്ട് വന്നു അല്ലേ? ആയിക്കോട്ടെ, അങ്ങനെ ഇട്ടിട്ട് തെളിയിക്കാൻ പറ്റി അവര് തെളിയിക്കട്ടെ. അതുകൊണ്ടാണ്. പക്ഷെ ഈ കുട്ടിയുടെ ഒരു ഭാവി ചിന്തിക്കാറുണ്ടോ? എന്തായിരിക്കും
കുട്ടീന്റെ ഭാവി ഞാൻ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരാള് വ്യക്തി ലൈഫിൽ വേണ്ടാന്ന് വെച്ചത്. കുട്ടീന്റെ ലൈഫ് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരാൾ ഇനി എന്റെ ലൈഫിൽ വേണ്ടാന്ന് വെച്ചേക്കുന്നത്. കാരണം വാപ്പ ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ. അല്ലാതെ ട്രോമ വന്നുകൊണ്ടുള്ള കുട്ടിക്കുള്ള ലൈഫ് അതിനും ഭേദമാണ് വാപ്പ ഇല്ലാത്തത്. ഫസ്മിനയുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്റ്റിൽ ലല്ലുവിന്റെ അടുത്ത് ഇഷ്ടമുണ്ടോ ഇല്ലയോ, ഇപ്പൊ സഫയുടെ കൂടെയുള്ള ആണ് എന്നറിഞ്ഞത് കൊണ്ടാണോ സഫയെ കുറിച്ച് തന്നെ കോണ്ടന്റ് ആക്കി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ലല്ലു കൂടെ ഇല്ലെങ്കിൽ ഒരിക്കലും ഫസ്മിന അതൊരു കോണ്ടന്റ് ആക്കി വീഡിയോ ഇടില്ല. ഒരിക്കലും കൂടെ ഉണ്ടെന്നൊരു തെളിവില്ലാതെയോ ഒരു ക്ലൂ ഇല്ലാതെയോ ഒരു ഹിന്റ് ഇല്ലാതെയോ തലയ്ക്ക് ഓളൊന്നും ഇല്ലല്ലോ, ചുമ്മാ ഒരു ഗസ്റ്റിന്റെ പുറത്ത് ഞങ്ങൾ ഒരുമിച്ച് കണ്ട ഏത് വീഡിയോ ഉള്ളത്? ഫസ്മിന ഇട്ടേല് ഫസ്മിന ഇട്ടതിൽ എന്തെങ്കിലും ഉണ്ടോ ഞാനും അവനും ഒരുമിച്ച് നിൽക്കുന്നതോ? ആകപ്പാട് ഈ ഇതുണ്ടല്ലോ, കുട്ടിയെ ലൈവിൽ കണ്ടു, ഫസ്മിനെ കുട്ടിയെ എടുത്തിട്ട് പോയി. ഫസ്മിനില്ല, സോറി, സഫ കുട്ടി എടുത്തിട്ട് പോയി. സഫയുടെ കുട്ടി ലല്ലുവിന്റെ കയ്യിൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു എഗ്രിമെന്റ് എഴുതാൻ പോവാൻ നേരത്ത്. അങ്ങനെ ഇപ്പൊ നമ്മള് കാണുന്നവര് തമ്മിൽ ബന്ധമാണോ ഇത്? നമ്മള് എന്റെ വണ്ടി റോട്ടിൽ വെച്ച് കാണാൻ പാടില്ല, ലല്ലു ആ വണ്ടിയിൽ ഇരിക്കാൻ പാടില്ല. എന്നാൽ ലൈവിനെ എന്തിനാണ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, അതിലെ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? അത് അവനല്ലേ കട്ട് ചെയ്തത്, അത് അവന്റെ അടുത്ത് ചോദിച്ചാൽ അറിയുള്ളൂ. അവന് ഇന്റർവ്യൂ വിളിച്ച് അവന്റെ അടുത്ത് ചോദിക്കുക. അതില് സഫയ്ക്ക് ഒരു പങ്കുമില്ല ഇല്ല കട്ട് ചെയ്യാൻ പറഞ്ഞതില്. ഇല്ല, ലൈവിൽ ഇരുത്തി കുട്ടീനെ. ഞാൻ ചോദിച്ചു എന്തിനാണ് നീ ലൈവിൽ ഇരുത്തിയെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചില്ല, പറയുന്നില്ല, ചോദിച്ചു. കാരണം എന്റെ ഫസ്മിന് സോറി എന്റെ സഫ ഇതൊക്കെ കൂട്ടി വായിക്കുന്ന സമയത്ത് ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നാളെ ഒരിക്കലും സഫ വന്നിട്ട് പറയില്ല ലല്ലുവായിട്ട് ഒരു ബന്ധം ഉണ്ടെന്ന്. ഇല്ല, 100% ഉറപ്പാണല്ലോ. ഇതൊക്കെ ക്യാമറയുടെ മുന്നിലാണ് പറയുന്നത്. നാളെ ഒരു ദിവസം ഞാനും ലല്ലുവായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഇതൊക്കെ മാറി. തെളിയിക്കട്ടെ ബന്ധമുണ്ടെന്ന്. തെളിയിക്കുന്നതിലല്ല, ഇതിപ്പോ നിങ്ങൾ ഒരു ദിവസം പറയുന്നു ഞങ്ങൾ പിരിഞ്ഞു, നാളെ എനിക്കിപ്പോ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു, നമ്മൾക്ക് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നു, പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആർക്കും ഒന്നും ഇതുവരെ നമ്മ ബന്ധമില്ല. അത്ര എനിക്ക് പറയാം. ഇതുവരെ ഒരു ബന്ധമില്ല. ഇനി നാളെ ബന്ധം ഉണ്ടാകുമോ അറിയില്ല. അങ്ങനെ എനിക്ക് ഇട്ടുകൊടുക്കാനുള്ള നാട്ടുകാർക്ക് അതെടുത്ത് കോണ്ടന്റ് ആക്കട്ടെ. വെച്ചിട്ട് ഫേമസ് ആയി, ഇപ്പൊ ലല്ലുവിനെ വെച്ച് ഫേമസ് ആകുകയാണ്. ലല്ലുവിനെ വെച്ച് ഫേമസ് ആവണ്ട മീൻസ് ഫസ്മിനെ കാരണമാണല്ലോ ലല്ലു ഫേമസ് ആയത്. അപ്പൊ എനിക്ക് ലല്ലുവിനെ എടുത്ത് കൊണ്ടിട്ട് ഫേമസ് ആവേണ്ട കാര്യം. ഫസ്മിനെ ആര് കാരണമാണ് ഫേമസ് ആയത്? തൊപ്പി കാരണം ഫസ്മിനെ ഫേമസ് ആവുന്നു. ഫസ്മിനെ കാരണം ലല്ലു ഫേമസ് ആവുന്നു. ലല്ലു കാരണം സഫയ്ക്ക് ലല്ലുവിന് നിങ്ങൾക്കൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. എങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ? മനസ്സിലാവണില്ലേ? ഇപ്പൊ നിങ്ങളെല്ലാരും ഒരേ യൂണിവേഴ്സിലാണല്ലോ. പിന്നെ ലല്ലു ആള് ശരിയില്ല, ലല്ലുവിന്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ അവൾ അനുഭവിക്കുന്നു പറഞ്ഞിട്ട് മെഹനാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു മുൻ ഭാര്യയോട് അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞാലോ അതൊരു കൺസേൺ ആയിട്ട് തോന്നിയോ? ലല്ലു എങ്ങനത്തവനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരടക്കം പറയുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് മെഹനാസിന്റെ കൂടെ സഫ പോയ സമയത്ത് ഞാൻ പറയാൻ വന്നേ. ഇപ്പൊ ലല്ലുവിന്റെ നെഗറ്റീവ് ഇട്ടേക്കണത് എന്താന്ന് വെച്ചെങ്കിൽ ഗേൾസ് ആയിട്ടുള്ള കുറച്ച് ചാറ്റും കാര്യങ്ങളൊക്കെയാണ്. നോർമലി ബോയ്സ് മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, മെഹനാസിന് അതിലപ്പുറം നെഗറ്റീവ്സ് ഉണ്ടായിട്ടില്ലേ? എന്നിട്ട് എന്നെ പോലെ ഒരു പെൺകുട്ടി മെഹനാസ് ഇറങ്ങി പോയ സമയത്ത് കുറെ ആൾക്കാർ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ പലരും പറഞ്ഞു അടിവരെ ഇട്ടോ, കുറച്ച് ദിവസം കഴിയുമ്പോ ഈ സന്തോഷം നിൽക്കുകയാണ്, ഞാൻ വളരെ ഹാപ്പി ആണെന്ന് പറയുന്ന സഫ പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞ വീഡിയോ ഇടും. അത് സംഭവിച്ചു. അതേപോലെ അതിനേക്കാളും അല്ലെങ്കിൽ അതേപോലെ നെഗറ്റീവ് കോഴിത്തരം കാണിച്ച് നടക്കുവാണെന്ന് ആൾക്കാർ പറയുന്ന ലല്ലുവിന്റെ കൂടെ ഇറങ്ങി പോവാൻ മാത്രം വണ്ടിയാണോ സഫ? അല്ല അല്ല അല്ല. അപ്പൊ നാളെ ലല്ലുവായിട്ട് റിലേഷൻ ഉണ്ടാവില്ല എന്ന് സഫയ്ക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റണം. വീണ്ടും മണ്ടത്തരത്തിലോട്ട് പോകരുത് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം വീണ്ടും ഞാൻ പറയാണ്, എന്റെ ഒരു കാഴ്ചപ്പാടിൽ നാളെ സഫ വരും, ഞാൻ ലല്ലുവായിട്ട് റിലേഷൻഷിപ്പ് ആണെന്ന് പറയും, ലല്ലുവായിട്ട് റിലേഷൻഷിപ്പ് ആണെന്ന് പറയും, വീഡിയോ ഇടും, അത് പൊട്ടിപ്പോവും. കട്ടിങ്സ് ഒക്കെ ഇപ്പൊ ഒരാൾ എടുത്തത് കോണ്ടന്റ് ആക്കോട്ടോ. അല്ല, കട്ടിങ്സ് ഞാൻ ആരുമല്ല, ഞാൻ ദൈവം. ആൾക്കാർ ഇവളാണോ തീരുമാനിക്കുന്നത്? അല്ലല്ല, ഞാനല്ല തീരുമാനിക്കുന്നത്. അല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ കട്ടിങ്സ് എടുത്ത് അവന്റെ പേര് പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചു എന്ന് പറഞ്ഞപ്പോ ഒരാള് കോണ്ടന്റ് ആക്കും. അത് പറയാനില്ല, നാളെ വരും വേണമെങ്കിൽ. ഞാൻ പറയുന്നത് ഞാൻ ആരും ജഡ്ജ് ചെയ്യാൻ ആരുമല്ല. പക്ഷെ നമ്മൾക്കൊക്കെ ഒരു നോർമലി കാണുമ്പം ഒരു പാറ്റേൺ അല്ലേ, സഫ നമ്മൾക്ക് ഉണ്ടല്ലോ അട്രാക്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. സെയിം പാറ്റേണിനെയാണ് സഫ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യണം. ആ പാറ്റേൺ ഒരു ബ്രേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സഫ രക്ഷപ്പെടും. എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇതുപോലെ വീഡിയോ ആയിട്ട് വരേണ്ടി വരും. അങ്ങനെ വരരുത് എന്നാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ ആരുമല്ല ജഡ്ജ് ചെയ്യാൻ, ഇങ്ങനെ സംഭവിക്കുന്നല്ല, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഒരുപാട് ഭാവിയുള്ള ഒരു കുട്ടിയാണ്, ചെറിയ പ്രായമായിട്ടുള്ളൂ, 23 വയസ്സ്.
എന്ന് വെച്ചിട്ട് ഞാൻ ഭയങ്കര പക്വത, ഞാൻ ഒരാളെ ഉപദേശിക്കാൻ മാത്രമായെന്നല്ല. പക്ഷെ വീണ്ടും മണ്ടി ആകരുത്. നാളെ വീണ്ടും ഞാൻ ലല്ലുവായിട്ട് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനടി അടുത്തത് വീഡിയോ ഇടേണ്ടി വരും. അതിൽ വലിയ തർക്കമൊന്നുമില്ല. അങ്ങനെ അല്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്ത് കഴിച്ച് അവിടെ സഫ വിജയിച്ചു. ആ ജീവിതത്തിലെങ്കിലും വിജയിച്ചു. വിജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു ജീവിതമെങ്കിലും വേണ്ടല്ലേ? വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാം, അല്ലെങ്കിൽ അന്തസ്സായിട്ട്. നമ്മളിങ്ങനെ തുണി മാറുന്നത് പോലെ, ഡ്രസ്സ് മാറുന്ന പോലെ മാറ്റി മാറ്റി എടുക്കാനുള്ള അല്ലല്ലോ മോളെ റിലേഷൻഷിപ്പ്. നമ്മുടെ കുട്ടി അതിൽ ഇൻവോൾവ് ആണ്. ഒരു കുട്ടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ആ കുട്ടിക്ക് നാളെ നല്ല ഭാവി വേണം അല്ലേ? അത് ചിന്തിക്കേണ്ട പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടി ഒരു മാറ്റം. ഇപ്പൊ ഇൻഫ്ലുവൻസർ ആയ സഫ, എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി, ഞാൻ അതിൽ നിന്ന് എങ്ങനെയാണ് പഠിച്ചത് എന്ന് പറഞ്ഞ് അവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നിടത്താണ് നമ്മൾ വിജയിക്കണേ അല്ലേ? തെറ്റെനിക്ക് മനസ്സിലായി എന്ന് പറയാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തേക്കണേ? എന്റെ പൊന്ന് സഫ, ഇത്രയും പറഞ്ഞിട്ട് സഫ എന്ത് തെറ്റാണ് ചെയ്തേന്ന് പറയുന്നത്? ഞാൻ എന്ത് തെറ്റേത്? ഈ മാരേജ് രണ്ടാമത് കഴിച്ചത് അതാണ്. മാരേജ് കഴിക്കുന്ന തെറ്റല്ല, രണ്ടാമത് വിവാഹം കഴിക്കുന്ന തെറ്റല്ല. നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്ത് ഒരു ആളെ നമ്മൾ മനസ്സിലാക്കാതെ വീണ്ടും തെരഞ്ഞെടുത്ത് സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുന്നിടത്താണ് ഞാൻ പറയുന്നത്. ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവാദിത്വമുണ്ട്. അവിഹിതത്തിന് പോലും യുക്തി വേണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. നമുക്ക് ഒരാളെ വിട്ടിട്ട് ഒരാളെ സ്നേഹിക്കാം. ഈ അവിഹിതം എന്ന് പറഞ്ഞ ഉണ്ടാക്കിയത് ഞാനല്ല, അത് ഈ പറഞ്ഞ മേനാസാണ്. അവരാണ് ഇതിന് മുന്നിൽ കൊണ്ടുവന്ന് എന്നെ ഇട്ട് കൊടുത്തത്. അവിഹിതം ഒന്ന് തെളിഞ്ഞിട്ടാണ് ഓക്കെ. ഇത് രണ്ട് ബാഗിൽ ലല്ലുവിന്റെ മാത്രം സാധനങ്ങളല്ല, ഇനി ആജിലിന്റെ സാധനങ്ങളും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അവനെയും കൂടി അവനെ അവിഹിതാക്കില്ല? അമ്മ മൂന്നാളും കൂടിയാണോ? അങ്ങനെ ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്കിന് പുല്ല് വിലയല്ലേ? ഒരിക്കലും ഞാൻ നല്ല രീതിക്ക് തന്നെയാണ് എന്റെ കമ്മിറ്റ്മെന്റ് കൊണ്ടുപോയിരിക്കുന്നത്. ഇത്രയും നാൾ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടുള്ള ഞാൻ മേനാസിനെ എവിടെയും നാറ്റിക്കാനാ വന്നിട്ടില്ല. ഈ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷമല്ലേ ഞാൻ ഇതിൽ ആരെയാണ് ഞാൻ പറയും, നിങ്ങൾ ആരെയും സ്നേഹിച്ചിട്ടില്ല. സഫ മെഹനാസിനെ സ്നേഹിച്ചിട്ടില്ല, മുന്നത്തെ ആളെയും സ്നേഹിച്ചിട്ടില്ല. ഈ പറയുന്ന ആളെ സ്നേഹം എന്ന് പറഞ്ഞ ഇതല്ല. സ്നേഹം, പ്രണയം, കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഇതല്ല. ഇത്ര ചെറുതാക്കേണ്ട ഒരു സംഭവമല്ല. നിങ്ങൾ ആരെയും സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടന്റ് ആക്കി നിങ്ങളെല്ലാവരും കരിവാരിത്തേക്കാണ് ചെയ്യുന്നത്. ഇതല്ല സ്നേഹം. പ്രണയം എന്താണെന്ന് അറിയണമെങ്കിൽ സഫ ഒരിക്കലെങ്കിൽ യഥാർത്ഥത്തിൽ പ്രണയിക്കപ്പെടണം. അങ്ങനെ പ്രണയിക്കപ്പെടാൻ ഒരു ഭാഗ്യം സഫയ്ക്ക് ഉണ്ടാവട്ടെ. അന്ന് സഫയ്ക്ക് മനസ്സിലാവും പ്രണയം എന്താണെന്ന്. അന്നാണ് ഈ കമ്മിറ്റ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുക. ഈ കമ്മിറ്റ്മെന്റിനെയും പ്രണയത്തിനും ഇത്ര വില കുറച്ച് കണ്ട് സമൂഹത്തിന് തെറ്റായ സന്ദേശം ഞാൻ കാണുന്നില്ല. ഞാൻ വില കുറച്ച് കണ്ടിട്ടേ ഇല്ല. കമ്മിറ്റ്മെന്റിന് ഞാൻ നല്ല രീതിക്ക് വില കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്റെ അടുത്ത് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ തിരിച്ചു ചെയ്യാം. ഞാൻ ഇപ്പൊ ഈ സ്റ്റോറി ഇട്ടതല്ലാണ്ട് ഞാൻ മേനുവിനെ പറ്റി എവിടെയെങ്കിലും ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എല്ലാ ഇന്റർവ്യൂവിൽ വരുമ്പോഴും ഞാൻ മേനുവിനെ പോസിറ്റീവ് ആക്കി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നെഗറ്റീവ്